ഇത്രയും ദിവസം ജയിലിൽ കിടന്ന ഒരാൾ, അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം അദ്ദേഹം കോടതി, ഞാനാണെങ്കിൽ ഞാൻ പോയി എവിടെയെങ്കിലും പോയി കിടന്നോളാം എന്ന് വിചാരിച്ചെന്നെ. എനിക്ക് അത് വാദിച്ചുകൊണ്ട് നടക്കാനുള്ളതൊന്നുമില്ല. ഇത്രയും വർഷം അതിനോട് പടവെട്ടി, 8-8.5 വർഷത്തോളം അതിനോട് പടവെട്ടിയിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷന് പറ്റിയില്ല. ശരിയാണല്ലോ? ഇത്രയും സാക്ഷികളും കൂറുമാറിയ സാക്ഷികളൊക്കെ വിട്ടേക്ക്, എന്നാലും പ്രോസിക്യൂഷന് ഒന്നും സമർപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ തോൽവി. ഇത്രയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഫുൾ തെളിവുണ്ടും മറ്റേന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ അതൊന്നും എടുത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ പ്രതീക്ഷ വക്കീലും അനിൽ രാജുവൊക്കെ ആദ്യത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നത്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ. ഞാൻ പറയുന്നത്, ഒരു പേപ്പർ പോലും ഇത്രയും വർഷം അന്വേഷിച്ചിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാൻ ഒരു നല്ല തെളിവ്, പുള്ളിനെ അകത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തമായിട്ടുള്ള 1, 2, 3, 5 ഒരു തെളിവുമില്ലാതെ ഒരു പേപ്പർ പോലും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ജഡ്ജി ചോദിച്ചത്. അപ്പോൾ പുള്ളി അകത്തിടുന്നത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് പുള്ളിനെ? അപ്പം മനഃപൂർവ്വം പുള്ളിനെ അകത്താക്കിയതല്ലേ?